ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഋഷിത. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ബ്രദർ ദുബായിക്ക് പോവാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെയും അതിന് മുമ്പത്തെ ദിവസം ഉണ്ടായിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം തന്നെ പോണേലും മുമ്പത്തെ ദിവസം കണ്ടിട്ട് വരാം. അപ്പോൾ അന്നാണെങ്കിൽ വിരുന്നും പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷമാണ് നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പിള്ളേർ ഒപ്പിച്ച പണിയാണിത്. ഇതിലിടയിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വാപ്പിച്ചിക്കും വാപ്പിച്ചിട്ട് ഇക്കാക്കും പിന്നെ ഇത്താടെ ഹസ്ബൻഡിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് 3 പേര് അവിടെ കുറേ നേരം ഉണ്ടായിരുന്നു. പെട്ടിയുടെ വെയിറ്റ് നോക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് റാപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ റാപ്പിങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി പെട്ടിക്ക് പേര് എഴുതാന്നുള്ളതായിരുന്നു. അവന്റെ പെട്ടി അവൻ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടരുത്. അപ്പൊ എല്ലാരും കൂടെ ആ പെട്ടിനെ ഈ കോലത്തിലാക്കി എടുത്തു. പേരും കൂടെ ഏതാന്ന് വിചാരിച്ചതാണ് ആദ്യം. പിന്നെ വേണ്ട വിട്ടോട്ടെ പാവല്ലേ. ക്യാമറയിൽ നോക്കിയിട്ടൊന്ന് പോണെന്ന് പറയാൻ പറഞ്ഞാണ് ഈ കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയിപ്പിക്കുമ്പോ ശരി വരില്ലേ. അവന്റെ കൂടെയുള്ള ഈ 3 പേരാണ് പെട്ടി കെട്ടാനും പേരെഴുതാനും എല്ലാത്തിനും നമ്മളൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് അവരും പോയി, അവരെ കൊണ്ടുവന്നാക്കാൻ അവരും പോയി. ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. ഇനി നമുക്ക് നാളെ കാണാം. രാവിലെ ഒരു 6 മണി ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവനെ കൊണ്ടുവന്നാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം. 2-3 കാറിൽ പോണേലും നല്ലത് എല്ലാവർക്കും കൂടെ ഒരു ട്രാവലർ വിളിച്ചങ്ങോട്ട് പോവാൻ നോക്കി ഞങ്ങൾ. വണ്ടി വന്നപ്പോ തന്നെ ഇനി അങ്ങോട്ട് എയർപോർട്ട് എത്തുന്നവരെ ആരും വിഷമിക്കരുതെന്നായിരുന്നു നമ്മളെ കൺസെപ്റ്റ്. നമ്മളെവിടെ പോവാ? എന്തിനാ എയർപോർട്ടിൽ പോണേ? വീട്ടിൽ നിന്ന് ഇറങ്ങിണ്ടായ ഒരു വിഷമത്തിൽ ആരും മിണ്ടാണ്ട് കുറെ നേരം മൂക്കത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ആക്റ്റീവ് ആക്കി. അങ്ങനെ ഞങ്ങള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. അവിടെ എത്തിയപ്പോ പിന്നെ വീണ്ടും എല്ലാവർക്കും വിഷമായി. പക്ഷെ ഞങ്ങള് വീണ്ടും നല്ല സൗണ്ടിൽ പാട്ട് വെച്ച് അവിടെ എത്തണ വരെ നല്ല വൈബായിരുന്നു. എന്തായാലും അവന്റെ ഈ പോക്ക് അവനക്ക് നല്ല മെമ്മറബിൾ ആയിരിക്കും. കാരണം അത്രയും അടിച്ചു പൊളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വരെ അവനെ കൊണ്ടുപോയത്. സാധാരണ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാറില്ല. ആകെ 2-3 പേര് അങ്ങനെയൊക്കെ പോവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ജോലിക്കായിട്ട് പോണാണ്. അതും ഞങ്ങള് പിള്ളേരുടെ ഇടയിൽ നിന്ന് പോവാണ്. അങ്ങനെയൊക്കെ ആയപ്പോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അവിടെ ഇറങ്ങി. അപ്പോഴേക്കും എല്ലാരും ഭയങ്കരമായിട്ട് വിഷമത്തിലായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കരച്ചിലാവാം. അങ്ങനെ അവൻ പോയി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 20 വർഷമായിട്ടുള്ള ന്യൂലി മാരീഡ് കപ്പിൾസ് ആണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയാല് എല്ലാരും ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോ ഒരാൾ പറയണ കേൾക്കാം. പോയി എല്ലാരും വിഷമത്തിലിരിക്കും. എനിക്ക് സങ്കടമൊന്നും ഇല്ലാത്ത ഇതൊക്കെ അവൻ കാണുമ്പോൾ തീർക്കും ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു, വണ്ടി വന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരുന്നു. പിന്നെ പാട്ടും ഡാൻസും ഒന്നും ഉണ്ടായിരുന്നില്ല.
ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കിടന്നു ഇരുന്നൊക്കെ പോയിരുന്നു. എന്തായാലും അവൻ പോയി അടിപൊളിയായിട്ട് വരട്ടെ. ഞങ്ങളും ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ ആൾക്കാരുള്ളതുകൊണ്ട് അവന് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഹാപ്പി ആയിട്ടിരിക്കുക. ദ ഹോൾ ഫാമിലി വെയിറ്റിംഗ് ഫോർ യുവർ സക്സസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.